സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ്? പുസ്തകത്തിന്റെ പേര് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ. ആരുടെ പുസ്തകമാണ്? എം കെ സാനുവിന്റെ പുസ്തകമാണ് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്നത്. C-295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് എവിടെയാണ്? C-295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ഗുജറാത്തില് വഡോദരയിലാണ്. വഡോദര. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പെഡെക്സിന്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ്. SDX-01, SDX-02, SDX-01 ചേസർ, SDX-02 ടാർഗറ്റ്. അപ്പൊ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായി സ്പെഡെക്സ് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ചേസർ, ടാർഗറ്റ് എന്നിവ. SDX-01, SDX-02 എന്നിവ. അടുത്ത ചോദ്യം, 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ് ആണ്. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 69ാമത്തെ അംഗം ഇസ്രായേലാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഫിലിപ്പീൻസില് മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. മനില ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗമാണ് ഇസ്രായേൽ. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത്. അപ്പൊ കേളപ്പജി പുരസ്കാരം നൽകുന്നത് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയാണ്. കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PV ചന്ദ്രനാണ് കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ യുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം. കേരളത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ യുക്തമായിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് എൻ്റെ ഭൂമി. പേര് എൻ്റെ ഭൂമി. 2024 ലോകകപ്പ് അമ്പെയ്ത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഇനമേതാണ്? അമ്പെയ്ത്താണ്. വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ദീപിക കുമാരി. ആരാണ്? ദീപിക കുമാരിയാണ്. ഇനമേതാണ്? അമ്പെയ്ത്താണ്. ഏത് മെഡലാണ് ലഭിച്ചത്? വെള്ളി മെഡലാണ് ലഭിച്ചത്. പേര് ദീപിക കുമാരി. 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ഏതാണ്? കസാനാണ്. റഷ്യയില് കസാനാണ് 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. അപ്പൊ കസാൻ എന്ന സ്ഥലം റഷ്യയിലാണെന്ന് അറിഞ്ഞിരിക്കുക. 16ാമത് ബ്രിക്സ് ഉച്ചകോടി അല്ലെങ്കിൽ 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായത് റഷ്യയില് കസാൻ. 2025 അതായത് 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. അപ്പൊ 2024 റഷ്യയിലെ കസാൻ ആയിരുന്നു. അത് 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയായിരുന്നു. 17ാമത്തെ ഉച്ചകോടി അതായത് 2025 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. ജൂലൈ 6, 7 തീയതികളിൽ. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ പൗർണമി ഏത് വിളയാണ്? വിളയുടെ പേര് എന്താണ്? പൗർണമിയാണ്. വികസിപ്പിച്ചത്
കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ് വികസിപ്പിച്ചത്. അപ്പം പൗർണമി എന്നത് ഏത് വിളയാണ്? നെല്ലാണ്. നെല്ല്. പൗർണമി എന്നത് നെല്ലാണ്. ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാനുള്ള രാജ്യത്തെ ആദ്യ ലൈസൻസ് ലഭിച്ചത്. ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകുന്നതിനുള്ള രാജ്യത്തെ ആദ്യത്തെ ലൈസൻസ് ലഭിച്ചത് വൺവെബിനാണ്. ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകുന്നതിനുള്ള രാജ്യത്തെ ആദ്യത്തെ ലൈസൻസ് ലഭിച്ചത് വൺവെബ്. ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘം. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകൾ വളർത്തിയെടുക്കാനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘമാണ് റിതം. കലാസംഘത്തിന്റെ പേര് റിതം. ആരംഭിച്ചത് സാമൂഹ്യനീതി വകുപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പേര് റിതം. റഷ്യ നിയന്ത്രിക്കുന്ന നിർണായക സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിതരണക്കാരായി മാറിയ രാജ്യം. റഷ്യ നിയന്ത്രിക്കുന്ന നിർണായക സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിതരണക്കാരായി മാറിയത് ഇന്ത്യയാണ്. സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വന്ന സംസ്ഥാനം. സർക്കാർ ആശുപത്രികളിലാണ് ക്ലിനിക് ഓൺ ക്ലൗഡ്. പേര് ക്ലിനിക് ഓൺ ക്ലൗഡ്. ഹെൽത്ത് ATM ആണ്. നിലവിൽ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. UAEയിൽ വെച്ച് നടന്ന ആദ്യ വനിതാ 2020 ലോകകപ്പ് നേടിയത്. UAEയിലാണ് വെച്ച് നടന്നത്. ആദ്യത്തെ വനിതാ 2020 ലോകകപ്പ് നേടിയത് ന്യൂസിലാൻഡ്. ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ UAEയിൽ വെച്ച് നടന്ന, എവിടെ വെച്ചാണ്? UAEയിൽ വെച്ച് നടന്ന ആദ്യ വനിതാ 2020 ലോകകപ്പ് നേടിയത് ന്യൂസിലാൻഡ്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? സൗത്ത് ആഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. 2024 വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? 2024 വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിൽ. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. നോവലിൻ്റെ പേര്. 2024 അശോകൻ ചെരുവിലിന് വയലാർ അവാർഡിന് അർഹനാക്കിയ നോവൽ ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? കാട്ടൂർ കടവ്. 2024 ഇറാനി ട്രോഫി ജേതാക്കളായത്. 2024 ഇറാനി ട്രോഫി ജേതാക്കളായത് മുംബൈ. ഇറാനി ട്രോഫി ജേതാക്കൾ 2024 മുംബൈ. പ്രശസ്ത ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ മലയാള സിനിമ. എത്രാമത്തെ സ്ഥാനമാണ്? 2ാമത്തെ സ്ഥാനമാണ് ലഭിച്ചത്. സിനിമ ഏതാണ്? ബ്രഹ്മയുഗമാണ്. പ്രശസ്ത ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം ലഭിച്ച മലയാളം സിനിമയാണ് ബ്രഹ്മയുഗം. മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് എവിടെയാണ്? മുംബൈ നഗരത്തിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് ബാന്ദ്ര കുർള കോംപ്ലക്സ് ടു ആരെ ജോഗേശ്വരി വിക്രോളി ലിങ്ക് റോഡ്. ബാന്ദ്ര കുർള കോംപ്ലക്സ് ടു ആരെ ജോഗേശ്വരി വിക്രോളി ലിങ്ക് റോഡ്. ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്ര ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായിട്ട് ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഗോപിനാഥ് മുതുകാടാണ്. സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായിട്ട് 2024 നിയമിതയായ ചലച്ചിത്ര നടി ആരാണ്? സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസിഡർ 2024 നിയമിതയായത് രശ്മിക മന്ദാനയാണ്.
ജമ്മു കാശ്മീരിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ജമ്മു കാശ്മീരിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. 2026 ലോക പുസ്തക തലസ്ഥാനം. 2026 ലോക പുസ്തക തലസ്ഥാനം മൊറോക്കോയിലെ റബാത്താണ്. സ്ഥലത്തിൻ്റെ പേരെന്താണ്? റബാത്ത്. എവിടെയാണ്? മൊറോക്കോയിൽ. ഏത് വർഷത്തെയാണ്? 2026. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്, മൊറോക്കോ. ഇനി 2025 പുസ്തക തലസ്ഥാനം ഏതാണ്? 2025 ഈ വർഷത്തെ റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2026 ലോക പുസ്തക തലസ്ഥാനം. ഇനി 2024 പുസ്തക തലസ്ഥാനമായത് സ്ട്രാസ്ബർഗാണ്. 2024 സ്ട്രാസ്ബർഗ്. 2026 മൊറോക്കോയിൽ റബാത്ത്, 2025 ബ്രസീലിൽ റിയോ ഡി ജനീറോ, 2024 സ്ട്രാസ്ബർഗ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ, ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമായിരുന്നു? 105ാമത്തെ സ്ഥാനമായിരുന്നു. 105ാമത്തെ സ്ഥാനം. റോക്കറ്റിൻ്റെ ബൂസ്റ്റർ നിലം തൊടും മുമ്പേ വിക്ഷേപണ കേന്ദ്രത്തിൽ പിടിച്ചെടുക്കുന്ന സംവിധാനം വിജയകരമായി പരീക്ഷിച്ച ആദ്യത്തെ ബഹിരാകാശ കമ്പനി. റോക്കറ്റിൻ്റെക്ക് ബൂസ്റ്റർ നിലം തൊടും മുമ്പേ വിക്ഷേപണ കേന്ദ്രത്തിൽ പിടിച്ചെടുക്കുന്ന സംവിധാനം വിജയകരമായിട്ട് പരീക്ഷിച്ച ആദ്യത്തെ ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ്. സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായിട്ട് നിയമിതനായത്. സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവി ആരാണ്? പി വിജയനാണ്. പി വിജയൻ. കേരള സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവി ആരാണ്? പി വിജയനാണ്. ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത്. ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനം ഇലോൺ മസ്കിനാണ്. ഇലോൺ മസ്ക്. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ബാങ്ക് ഓഫ് ബറോഡ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. ബാങ്ക് ഓഫ് ബറോഡ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ് എന്നാണ്. മെഡിക്കൽ കോളേജിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നതാണ് ആശ്വാസ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ റെഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ റെഹത്കർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പി സതി ദേവിയാണ്. പി സതി ദേവി. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്രവുമായിട്ട് ചേർന്ന് മെറ്റ ആരംഭിച്ച പ്രചാരണം. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്രവുമായി ചേർന്ന് മെറ്റ ആരംഭിച്ച പ്രചാരണമാണ് സ്കാംസെ ബച്ചാവോ. 70 വയസ്സും അതിനു മുകളിൽ പ്രായവുമുള്ള എല്ലാ മുതിർന്ന പൗരരുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ABPM-JAY കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന അവാർഡാണ് ആയുഷ്മാൻ വയവന്ദന കാർഡ്. ആയുഷ്മാൻ വയവന്ദന കാർഡ്. 70 വയസ്സും അതിനു മുകളിൽ പ്രായവുമുള്ള എല്ലാ മുതിർന്ന പൗരരുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ABPM-JAY കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡാണ് ആയുഷ്മാൻ വയവന്ദന കാർഡ്. എത്ര വയസ്സിന് മുകളിലാണ്? 70 വയസ്സും അതിനു മുകളിൽ പ്രായവുമുള്ളവർക്കാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. സ്മൃതി മന്ദാന. ലോകാരോഗ്യ സംഘടന 2024 ഒക്ടോബറിൽ മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം. ലോകാരോഗ്യ സംഘടന 2024 ഒക്ടോബറിൽ മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്ത്.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേര്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേരാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേരാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയായി മാറിയ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയായി മാറിയ സുവോളജിക്കൽ പാർക്കാണ് ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക്, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ IGBCയുടെ സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയായിട്ട് മാറിയ സുവോളജിക്കൽ പാർക്ക്. ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക്, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. രാജേഷ് കുമാർ സിംഗ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി. ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായ മലയാളിയാണ് ഡോക്ടർ AK അനിൽകുമാർ. ഡോക്ടർ AK അനിൽകുമാർ. ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടർ ആയിട്ട് നിയമിതനായ മലയാളിയാണ് ഡോക്ടർ AK അനിൽകുമാർ. കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP മിനിമം സപ്പോർട്ട് പ്രൈസ് നിരക്കിൽ വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP നിരക്കിൽ, MSP എന്നുദ്ദേശിക്കുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസിൽ വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന. 2024 രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ആർക്കാണ്? മുരളി ചീരോത്താണ്. മുരളി ചീരോത്ത്. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം. എന്തിനെക്കുറിച്ച് പഠിക്കാനുള്ളതാണ്? സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3 എന്നത്. പൊതു ഇടങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കുന്നതിനായുള്ള വനിതാ ജംഗ്ഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത്. വനിതാ ജംഗ്ഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കാട്ടാക്കടയിലാണ്. കാട്ടാക്കട. മതേതരത്വം എക്കാലത്തും ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗമെന്ന് വിധിച്ച കോടതി. മതേതരത്വം എക്കാലത്തും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗം എന്ന് വിധിച്ചത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. റായ്പൂരിൽ വെച്ച് നടന്ന 27ാമത് ദേശീയ വനം കായികമേളയിൽ കേരളത്തിൻ്റെ സ്ഥാനം രണ്ടാം സ്ഥാനം. കേരളത്തിന് ലഭിച്ചത് 2ാം സ്ഥാനമാണ്. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത്. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലമ്പാറ പഞ്ചായത്തിനാണ്. പുല്ലമ്പാറ പഞ്ചായത്ത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസൺ. 2024 ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയത്. 2024 ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയത് ത്രിവേണി കോണ്ടിനെൻ്റൽ കിങ്സ് ആണ്. ത്രിവേണി കോണ്ടിനെൻ്റൽ കിങ്സ്. 2024 ഗ്ലോബൽ ചെസ് ലീഗിലെ കിരീടം നേടിയത് ത്രിവേണി കോണ്ടിനെൻ്റൽ കിങ്സ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് പരമേശ് ശിവമണി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് പരമേശ് ശിവമണി. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവരാണ് അലസ്റ്റർ കുക്ക്, AB ഡിവിലിയേഴ്സ്, നീതു ഡേവിഡ് എന്നിവർ. അലസ്റ്റർ കുക്ക്,
എബി ഡിവിലിയേഴ്സ്, നീതു ഡേവിഡ്. ഒന്നും കൂടി വായിക്കാം. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവരാണ് അലസ്റ്റർ കുക്ക്, എബി ഡിവിലിയേഴ്സ്, നീതു ഡേവിഡ് എന്നിവർ. അവസാനത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആശാലത ദേവി. എത്ര മത്സരം? 100 മത്സരം. ആശാലത ദേവി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.